നല്ല കാര്യങ്ങൾ ഒരിക്കലും നാളേക്ക് മാറ്റിവെക്കരുത്. നിങ്ങൾക്കറിയാലോ, WCC അതിലെ അംഗങ്ങളുടെ കൂടെ ഒരു ചെറിയ നോമ്പുതുറയാണ്. അതെവിടെയെന്നറിയോ? താനാളൂർ ഡയാലിസ് സെൻ്ററിൽ. ഇവിടെ ഒരുപാട് പാവപ്പെട്ട രോഗികളുണ്ട്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളിവിടെ വരണം. വന്നിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്നിട്ട് ഇവരുടെ കൂടെ ഒരു ദിവസം ചിലവഴിക്കണം. ഒറ്റപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവൂ. അവർക്ക് ശരിക്കും തോന്നണം അവർ തനിച്ചല്ല, കൂടെ നമ്മളെല്ലാവരും ഉണ്ടെന്ന്. വരില്ലേ? നിങ്ങളെ കാത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എങ്ങോട്ട് തിരി? പേര് പറ. പേര് പേര് പറയും. പേര് പറയും. പേര് ഷൗക്കത്തലി. വാക്കുകളാണ് ഇവിടെ ബഷീർ പറഞ്ഞത്. 5-6 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പരിമിതിയുടെ ഉള്ളിൽ നിന്നിട്ടാണെങ്കിൽ പ്രവർത്തിക്കാൻ ഈ ഡയാലിസ് സെൻ്ററിന് സാധിക്കുന്നുണ്ട്. അത് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കൃതാർത്ഥത തോന്നുകയാണ്. പുറത്തിറങ്ങാനോ ഒന്നും പറ്റാത്ത കുറച്ച് സുഹൃത്തുക്കളാണ് നമ്മളുടെ കൂടെ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ പുറംലോകം കാണിക്കാനും അവരെ ഇത്തരത്തിലുള്ള പൊതു ചടങ്ങുകളിലേക്ക് കൊണ്ടുവരാനും മുൻകൈയെടുത്ത ഇതിന്റെ സംഘാടകരെ ഒരിക്കൽ കൂടി കഴിയുമ്പോൾ നമുക്കിത് ഇല്ലാതാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ ഈ കേന്ദ്രത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ്. തീർച്ചയായും ഇവിടെ വന്ന ഇൻഫ്ലുവൻസേഴ്സ് ആ ജോലി നന്നായി ചെയ്യും. മറ്റുള്ളവരും നമ്മളോടൊപ്പം മന്ദഹസിക്കട്ടെ, മറ്റുള്ളവരും നമ്മളോടൊപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ നോവുകൾ നമ്മൾക്കുള്ളിലും അലിവായി പടരട്ടെ, അവരുടെ നോവുകൾ നമ്മൾക്കുള്ളിലും അലിവായി പടരട്ടെ, അവരുടെ ഹൃദയം നമ്മളുടേതിനുമൊത്തു പിടിക്കട്ടെ, അവരുടെ ഹൃദയം നമ്മളുടേതിനുമൊത്തു പിടിക്കട്ടെ, അവരുടെ ശബ്ദം നമ്മളുടേതിനുമൊത്തു മുഴങ്ങട്ടെ, അവരുടെ ശബ്ദം നമ്മളുടേതിനുമൊത്തു മുഴങ്ങട്ടെ, നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാവട്ടെ, നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാവട്ടെ, കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെട്ടം പുലരട്ടെ, കാലത്തിൻ്റെ ഇരുട്ടിൽ
ജീവിത വെട്ടം പുലരട്ടെ. നമ്മുടെ കർണാടക റാലി സംഘടന ആദ്യമായിട്ട് ഞങ്ങളവിടെ സ്വീകരിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല, എല്ലാവരും നോമ്പിൻ്റെ ക്ഷീണം, പിന്നെ അക്ഷമരാണ് എല്ലാവരും. അപ്പോൾ ആദ്യമായിട്ട് ഒരു സന്ദേശം മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സാദി സാറ് പറഞ്ഞ പോലെ ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് പട്ടിണിയിലാണ്, അച്ഛനെ അമ്മനെ കൊല്ലുന്നവരുണ്ട്, അതുപോലെ സമൂഹത്തിനെ ഉപദ്രവിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ പറയുന്നു, ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ പഠനത്തിൽ ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹമില്ലായ്മയാണ്. പരസ്പരം ഒരു മനുഷ്യനെ അവനായിട്ട് കാണാൻ, ഒരു മോശ സ്വഭാവമുള്ള ഒരു മനുഷ്യനെ ഒന്ന് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരിലും ഒരു പാവത്താനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ലോകത്ത് ശൂന്യമായി കൊണ്ടിരിക്കുന്ന സ്നേഹം വന്നു കഴിഞ്ഞാൽ, ആ സ്നേഹശൂന്യത നമുക്ക് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് മറികടക്കാനാവുമെന്നുള്ള ഒരു സന്ദേശമാണ്. കാരണം ആ സ്നേഹമില്ലായ്മയിൽ നിന്നാണ് മാതാപിതാക്കളെ വധിക്കാൻ നമുക്ക് തോന്നുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള മനുഷ്യന്മാരെ ഉപദ്രവിക്കാനും അവരുടെ ഫീലിങ്സിന് വാല്യൂ കൊടുക്കാതിരിക്കാനും നമുക്ക് തോന്നുന്നത്, മനുഷ്യർക്ക് തോന്നുന്നത് ആ സ്നേഹമില്ലായ്മയിൽ നിന്നാണ്. ഇതുപോലത്തെ ആളുകളെ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ചികിത്സിക്കുന്ന ആളുകൾ, നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളെപ്പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരുപാട് സ്വന്തമായിട്ടുള്ള ആളുകളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇതുപോലത്തെ ഇവർ ഒരുപാട് പ്രതീക്ഷയോടെ കൂടെയാണ് നമ്മളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. നമ്മുടെ ഒരുപാട് പ്രഗത്ഭരായ ഇൻഫ്ലുവൻസാണ്, വ്ളോഗർമാരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെ കേൾക്കാൻ ഒരുപാട് ആയിരങ്ങൾ നിങ്ങളെ കേൾക്കാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുള്ള ശീലങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്ന ഏകദേശം ഒരു 4, 5, 6 പേരുണ്ട്. ഈ ഒരു ഇഫ്താർ മീറ്റിലേക്ക്, പ്രത്യേകിച്ച് ഈ ഡയാലിസിസ് സെൻ്ററിലുള്ള ഇഫ്താർ മീറ്റിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കോയമ്പത്തൂരും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെയും പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ എന്തായാലും ഞങ്ങൾ പങ്കെടുക്കുന്നില്ലൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും. പൊതുവേ ഞങ്ങൾ ഓരോ പ്രോഗ്രാമിൽ പോകുമ്പോൾ 1-2 ആളുകൾ മിസ്സിങ് ഉണ്ടാവലുണ്ട്. ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പൊതുവേ ഞങ്ങൾ ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ അതിന് വേണ്ടി ചെയ്യാറുള്ളത്. ഈ ഒരു ഡയാലിസിസ് സെൻ്ററിന് വേണ്ടി ഞങ്ങൾ ഫുൾ എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾ നല്ലൊരു കണ്ടൻറ്റ് ആഡ് ചെയ്ത്, അഥവാ ഞങ്ങളുടെ കണ്ടൻറ്റ് ഇപ്പോൾ നേരത്തെ നമ്മുടെ ഫാസ്റ്റ് ഓരൊക്കെ പറഞ്ഞ പോലെ അത്യാവശ്യം ആളുകളൊക്കെ കാണാറുണ്ട്. ഞങ്ങളൊരു നല്ല കണ്ടന്റ് ആക്കിയിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ലൊരു റീൽസ് ഞങ്ങൾ ഇതിനെ സെറ്റ് ചെയ്ത് മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധവും അതുപോലെ തന്നെ ആളുകളെ കൊണ്ട് മാക്സിമം സഹായിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഈ ഒരു സ്ഥാപനത്തിനും, അതുപോലെ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്തു തരുന്നതാണെന്ന് ഇവിടെ പറയാണ്. WCCക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു സ്നേഹാദരമുണ്ട്. അപ്പോൾ അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് WCCൻ്റെ അഡ്മിൻസ് ആയിട്ടുള്ള സാദി ഇന്ത്യ, ബാസി, ഫിറോസ് എന്നിവരെ ക്ഷണിക്കും. ഇങ്ങനെ ഒരു ക്ഷണം കിട്ടിയെടുത്തല്ലേ. അപ്പൊ എന്റെ വീട് നിലമ്പൂരാണ്, കുറച്ച് ദൂരാണ്. അപ്പൊ എന്നെ കൂടെ കഴിഞ്ഞാൽ മരിക്കണം മാപ്പിളപ്പാട്ട് പാടാം. ഓക്കെ അല്ലേ? അലിഫിന്റെ പൊരുളായ നാദരല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാദരല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. യാ റഹീമല്ലാഹ് യാ റസാഖല്ലാഹ് യാ റഫീഖല്ലാഹ് യാ റഊഫല്ലാഹ്. അലിഫിന്റെ പൊരുളായ നാദരല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ.
പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. അസ്സലാമു അലൈക്കും. എന്തായാലും താനാളൂർ ഡയാലിസിസ് സെൻ്ററിലെ ഈ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഉള്ള നോമ്പ് തുറയിൽ ഞങ്ങൾ WCC അംഗങ്ങൾ, അതായത് ഇൻഫ്ലുവൻസേഴ്സിനെ, കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയായ WCC ക്ഷണിച്ചതിൽ എല്ലാവരോടും എൻ്റെ ഭാരവാഹികളോടും എല്ലാവരോടും ഭയങ്കര നന്ദി പറയുന്നു. സത്യം പറഞ്ഞാൽ നോമ്പ് പറഞ്ഞിട്ട് പാടിയാൽ മതിച്ചിട്ട് ഇരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വെയിലല്ലേ ഇരുന്നു, അവിടെ നോമ്പ് നല്ല ബാധിച്ചിട്ടുണ്ട്. സമയമുണ്ടോ വാങ്ങി കൊടുക്കുന്നതിന് മുന്നേ പാടാൻ? ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ അലി ഹൈദറിയ വിടർ ഫാത്തിമ ആശി ചോരുറുമാൻ പഴം തിന്നുവാൻ അത് കുമാരനോട് പറഞ്ഞു വാങ്ങാൻ. മഗ്‌രിബ് ബാങ്കുലി ഉയർന്നു, മലർക്കിളികൾ മയങ്ങിടുന്നു, മൂവന്തി അണഞ്ഞിടുന്നു, പൂമകളുറങ്ങുറങ്ങ്, പൂമകളുറങ്ങുറങ്ങ്. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചൊക്കെ ഭ്രാന്തുള്ള ഒരാളാണ് സഫാന്. അപ്പോൾ ഒരു മെന്റൽസ് കൊണ്ട് എല്ലാ ക്വാളിറ്റി നമ്മുടെ സഫാനുണ്ട്. അപ്പോൾ സഫാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്തെങ്കിലും വിശേഷം? സുഖാണോ? ഉഷാറില്ല, സുഖാണോ? രണ്ടാളും പേരായി. അറിയാത്ത ആൾക്കാർ അറിയാത്ത WCC മെഹറിൻ ഇന്ന് ഈ ഒരു സായാഹ്നത്തിൽ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് താനാളൂർ ഡയാലിസിസ് സെന്ററിന്റെ ഇവിടെ ഒരുപാട് രോഗികളുണ്ട്. നമുക്ക് 2 കിഡ്നികളുണ്ട്. നമുക്കറിയില്ല ആ കിഡ്നി പ്രവർത്തനരഹിതമാണോന്ന്. ഓരോ രോഗികളും ഇവിടെ വരുമ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ടാണ് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ്
ഇവർക്കുണ്ട്. ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. നമ്മളും നമ്മുടെ കുടുംബം മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് WCC എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂട്ടായ്മയായ അതിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇവിടെ പങ്കെടുത്തുള്ളത്. പ്രിയപ്പെട്ട ബാസി ഉണ്ട്, അതുപോലെ വിദേശത്തുള്ള ഒരുപാട് അഡ്മിൻസ് ഉണ്ട്. എല്ലാവരും പേര് പറയുന്നില്ല, ആരെങ്കിലും പേര് വിട്ടുപോയാൽ സങ്കടമാവും. എന്താണെങ്കിലും ഒരുപാട് തിരക്കിനടിയിൽ നിങ്ങളിവിടെ എത്തി, ഒരുപാട് സന്തോഷം.